His First Flight by Liam O'Flaherty. Liam O'Flaherty was an Irish novelist and a short story writer. His works are noted for their psychological insight into life's problems and the ways of overcoming them. സോ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ ചാപ്റ്റർ ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ് ആൻഡ് ഇറ്റ്സ് റിട്ടൺ ബൈ ലൈം O'Flaherty. അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് വാസ് ആൻ ഐറിഷ് നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. വളരെ പ്രശസ്തനായ അയർലൻഡുകാരനായ എഴുത്തുകാരനാണ് അദ്ദേഹം. നോവലിസ്റ്റുമാണ്, അതേസമയം ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ്. ഇനി അദ്ദേഹത്തിന്റെ വർക്കുകളുടെ പ്രത്യേകത എന്താ? ദർ സൈക്കോളജിക്കൽ ഇൻസൈറ്റ് ഇൻ ടു ലൈഫ് പ്രോബ്ലംസ് ആൻഡ് ദ വേസ് ഓഫ് ഓവർകമ്മിങ് ദം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം, എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യണം മുതലായ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ വർക്കുകളിലൂടെ അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള തീംസ് ആണ് അദ്ദേഹത്തിന്റെ വർക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. His first flight relates the importance of independence and self-confidence as well as the need to remain involved in family life. ഇവിടെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഈ ഷോർട്ട് സ്റ്റോറിക്കകത്ത് നമുക്ക് സെൽഫ് കോൺഫിഡൻസിന്റെയും ഇൻഡിപെൻഡൻസിന്റെയും പ്രാധാന്യമാണ് അദ്ദേഹം മനസ്സിലാക്കി തരുന്നത്. ഇൻഡിപെൻഡൻസ് മീൻസ് എന്താണ്? ഒരു ഫ്രീഡം. ഓക്കെ, ഈ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മളെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഡ്യൂട്ടീസ് അല്ല. ഓക്കെ, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമുക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. ആ ഡ്യൂട്ടീസ് കൂടെ പാലിച്ചുകൊണ്ടുള്ള നമ്മുടെ ഫ്രീഡമാണ്, ഇൻഡിപെൻഡൻസ് ആണ്. ദെൻ സെൽഫ് കോൺഫിഡൻസ്. നമ്മൾക്ക് ഒരു വിജയം നേടണമെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണോ, നമുക്ക് ഈ പറയുന്ന ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം. ഓക്കെ, സോ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ആസ് വെൽ ആസ് ദ നീഡ് ടു റിമെയിൻ ഇൻവോൾവ് ഇൻ ഫാമിലി ലൈഫ്. അതിനോടൊപ്പം ഫാമിലി ലൈഫിന്റെ ഇമ്പോർട്ടൻസ് കൂടെ പറയുന്നുണ്ട്. ടു റിമെയിൻ ഇൻവോൾവ് ഇൻ ഫാമിലി ലൈഫ്. നമുക്ക് പോലും പറയും, നമ്മുടെ ഈ ഒരു ജനറൽ ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാൻ എന്ന് പറയുന്ന സോഷ്യൽ ബീയിങ് ആണല്ലോ. നമ്മളൊരു നല്ല വ്യക്തിയായിട്ട് രൂപപ്പെടുത്തി എടുക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ ഫാമിലി തന്നെയാണ്. അവിടെ നിന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് പോകുന്നു, അവിടെയും നമ്മൾ ഈ ഒരു മാനറിസം നമ്മൾ കാത്തു സൂക്ഷിക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു വ്യക്തിയായിട്ട് നമ്മൾ രൂപപ്പെടുന്നതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ ഫാമിലി തന്നെയാണ്. ഇപ്പോൾ ദേ കീപ് സപ്പോർട്ടിങ് എസ്. നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പല കാര്യങ്ങളിലും നമ്മൾ തെറ്റ് ചെയ്താൽ അവർ തിരുത്തി തരും. സോ ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നത് ഈ ഫാമിലിയിലാണ്. അവിടെ നിന്നാണ് ഒരു വ്യക്തി കൃത്യമായിട്ട് ഉണ്ടാകുന്നത്. വ്യക്തി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് രൂപപ്പെടുന്നത് അവിടെ നിന്നാണ്. സോ ഫാമിലി ലൈഫിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ത്രൂ ദ സ്റ്റോറി ഓഫ് ബേർഡ്സ് ദ റൈറ്റർ കൺവേസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ്. ഈ ബേർഡ്സ്, ഇവിടെ ബേർഡ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് ബേർഡ്സ് ആണ്. ഒരു സീകൾ, യങ് സീകളാണ് ഇവിടുത്തെ പ്രധാന കഥാപാത്രം അല്ലെങ്കിൽ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു ബേർഡിലൂടെ അല്ലെങ്കിൽ ആ ഫാമിലി, ബേർഡ്സിന്റെ ഒരു ഫാമിലി ഉണ്ട്, ആ ഫാമിലിയിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നത് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ് ആണ്. മീൻസ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഒരു ഇൻഡിപെൻഡന്റ് ആക്കുക, അതുപോലെ തന്നെ ആ ആത്മവിശ്വാസം പോലെ നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു വില ഉണ്ടാവണമല്ലോ. സോ അതുപോലുള്ള നല്ല ക്വാളിറ്റീസ് ആണ് അദ്ദേഹം ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. The young seagull was alone on his ledge. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. The great expanse of sea stretched down beneath, and it was such a long way down, miles down. He felt certain that his wings would never support him, so he bent his head and ran away back to the little hole under the ledge where he slept at night. So, ഈ ഒരു സ്റ്റോറി തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പ്രൊട്ടഗണിസ്റ്റ് അല്ലെങ്കിൽ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൻ ക്യാരക്ടർ ആരാണ്? ഒരു യങ് സീകളാണ്. അപ്പോൾ ഹി വാസ് അലോൺ ഓൺ ഹിസ് ലെഡ്ജ്. ലെഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അതിർവരമ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, വരമ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു ചെറിയ ഏരിയ ആണ് നമ്മൾ ഈ ലെഡ്ജ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ പിക്ചർ നോക്കിയാൽ, അല്ലെങ്കിൽ വേറൊരു രീതിയിലും ലെഡ്ജ് പറയാം, നോക്കി ഉന്ത് നിൽക്കുന്ന ഭാഗത്തിന് നമ്മൾ ലെഡ്ജ് എന്ന് പറയാറുണ്ട്. ആ ഒരു സർഫസിൽ നിന്നും തള്ളി നിൽക്കുന്ന ഭാഗം. നിങ്ങൾ ആ പിക്ചർ കണ്ടാൽ അവിടെ ഒരു പാറക്കെട്ടുണ്ട്, അതിൽ നിന്നും കുറച്ച് തള്ളി നിൽക്കുന്ന ഭാഗമല്ലേ, അതിനെ നമുക്ക് ലെഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ആ ഒരു ലെഡ്ജിൽ മീൻസ് ഇവിടെ പാറക്കെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. അങ്ങനെ ഒരു പാറക്കെട്ടിൽ ഹി വാസ് എലോൺ, ഒറ്റയ്ക്കാണ്. ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ, ഇവന്റെ കൂടെ മുട്ട വിരിഞ്ഞു വന്ന മറ്റ് ബ്രദേഴ്സും അതുപോലെ തന്നെ സിസ്റ്ററും ഒക്കെ തലേ ദിവസം തന്നെ പറന്നുപോയി.
He had been afraid to fly with them. അവരോടൊപ്പം പറക്കാൻ അവന് പേടിയാണ്. Somehow, when he had taken a little run forward to the brink of ledge and attempted to flap his wings, he became afraid. പിന്നെ ഏറെക്കുറെ അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ ഒന്ന് ഓടി ഫോർവേഡ് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ്. ബ്രിങ്ക് മീൻസ് അതിന്റെ അരിക്, അറ്റം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ആ വിളിമ്പിൽ വരെ, അതുവരെ അറ്റം വരെ ഓടി വരും അവിടെ നിന്നും പറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ അറ്റത്തെത്തുമ്പോൾ ഹി ബിക്കം അഫ്രൈഡ്, അവൻ പേടിച്ചു പോകും, പേടിച്ച് പിന്മാറും. എന്തുകൊണ്ടാണ്? ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച് ഡൗൺ ബിനീത്ത് ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ. ഇവൻ നോക്കുമ്പോൾ തന്റെ മുന്നിലും താഴെയും വിശാലമായി കിടക്കുന്ന കടലാണ്. അതിന്റെ ഒരു എക്സ്പാൻസ്, വിശാലത, അത് കാണുമ്പോൾ അവൻ പേടിച്ചു പോകും. കാരണം അവൻ അറിയില്ല എത്രമാത്രം ആഴമുണ്ട് എന്നുള്ളത്. അവൻ ഇതുവരെ ആഴം വളർന്നിട്ടില്ല, അതുകൊണ്ട് അവൻ അറിയില്ല എത്രമാത്രം അതിന് ആഴമുണ്ട്. മൈൽസ് ഡൗൺ, അത്രത്തോളം ദൂരം താഴേക്ക് ആഴം കാണുമെന്ന് പേടിച്ചിട്ടാണ് അവൻ പിന്മാറുന്നത്. He felt certain that his wings would never support him. എന്തുവാ? അവന് പേടിയാ, സംശയമാണ്. എന്താണ്? അവന്റെ വിങ്സ്, അവന്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നൊരു കാര്യത്തിൽ അവന് സംശയമാണ്. സോ ഇവിടെ അവന്റെ കഴിവാണ് ഈ വിങ്സ് എന്ന് പറയുന്നത്. എന്താ? ചിറകുകൾ എന്താ അവനെ പറക്കാൻ സഹായിക്കുന്നത്. അതായത് അവന്റെ കഴിവ്, ഒരു പക്ഷിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കഴിവ് എന്താ? പറക്കുക എന്നുള്ളതാ. അവന്റെ കഴിവ് അല്ലെങ്കിൽ അവന്റെ കഴിവിൽ അവന് സംശയമുണ്ട്. അതാണ് ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അവന്റെ വിങ്സിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ എന്തുവാ? അവന്റെ കഴിവിൽ അവന് വിശ്വാസമില്ല. ഓക്കെ, നമ്മളിൽ പല ആൾക്കാരും ഇതുപോലെയാണ്. നമ്മുടെ സ്വന്തം കഴിവുകളിൽ നമുക്ക് സംശയം ഉണ്ടാവും. സോ അത് വലിയ അപകടങ്ങളിൽ നമ്മളെ കൊണ്ടെത്തിക്കും. നമ്മുടെ ഉള്ളിലെ കഴിവുകൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റാതെയാവും പല അവസരങ്ങളിലും. He felt certain that his wings would never support him, so he bent his head and ran away back to the little hole under the ledge where he slept at night. എന്തുവാ? ഒന്ന് നാണം കെട്ട്, മീൻസ് ഒരു നാണക്കേട് തോന്നി. അതുവരെ ഓടി വന്നിട്ട് പറക്കാൻ പറ്റാതെ തിരിച്ച് പിന്മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു നാണക്കേട് തോന്നും. അവൻ തല കുനിച്ച് വളരെ നാണത്തോടുകൂടി, നാണക്കേട് ഫീൽ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഈ പാറക്കെട്ടിൽ തന്നെ ചെറിയൊരു ഹോൾ ഉണ്ട്. ഹോൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്മൾ പൊത്ത് എന്നൊക്കെ പറയത്തില്ലേ, പാറയിടുക്കിലെ പൊത്ത്, ചെറിയ ഹോൾസ്, അതുപോലെ മരത്തിലേക്ക് പൊത്തെന്ന് പറയുന്ന പോലെ ഇവിടെ പാറക്കെട്ടിനിടയിൽ ചെറിയ ഹോൾ ഉണ്ട്. ആ ഹോളിനകത്തേക്ക് കയറിപ്പോയി. അവിടെയാണ് അവൻ നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നൈറ്റ് ടൈം അവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings, and flew away, he failed to muster up courage to take that plunge, which appeared to him so desperate. അപ്പോൾ ഇവന്റെ ബ്രദേഴ്സ് അതുപോലെ തന്നെ സിസ്റ്ററും അവരുടെ ചിറകുകൾ they were far shorter than his own, അവന്റെ ചിറകുകളെക്കാളും വളരെ ചെറുതായിരുന്നു. അത്രയും ചെറിയ ചിറകുകളുള്ള ഇവന്റെ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ എന്ത് ചെയ്തു? ഓൾറെഡി പറന്നു പോയി. അവര് ദി റാൻ ടു ദ ബ്രിങ്ക്, ഈ അറ്റം വരെ പറന്നു വന്ന്, ഫ്ലാപ്പ് ദെയർ വിങ്സ്, ചിറകുകൾ അടിച്ച്, ചിറക് വീശി, ഫ്ലീ അവേ, പറന്നു വരുന്നു. പക്ഷേ ഹീ ഫെയിൽ ടു മസ്റ്റർ അപ്പ് കറേജ്, പക്ഷെ അവന് ധൈര്യം സംഭരിക്കാൻ, മസ്റ്റർ അപ്പ് കറേജ് മീൻസ് ധൈര്യം സംഭരിക്കുക, ധൈര്യം സംഭരിച്ച് ടു ടേക്ക് ദാറ്റ് പ്ലങ് എന്ന് പറഞ്ഞാൽ ചാട്ടം, ടു ടേക്ക് ദാറ്റ് ജംപ്, അങ്ങനെ ഒന്ന് ചാടി ആദ്യമായിട്ടൊന്ന് പറക്കാൻ, ആ ഒരു മൂവ്മെന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് അങ്ങനെ ഒന്ന് ചാടാൻ അവന് പേടിയാണ്. അതിനുവേണ്ടി ധൈര്യം സംഭരിക്കാൻ അവനാകുന്നില്ല. അവനെ സംബന്ധിച്ച് ഇറ്റ് അപ്പിയർ ടു ഹിം സോ ഡെസ്പറേറ്റ്, വളരെ ഇമ്പോസിബിൾ ആണെന്ന് അവന് തന്നെ തോന്നിപ്പോകുന്നു. അവനതിന് സാധിക്കുമോ എന്നൊരു ഉറപ്പില്ല അവന്. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം റൗണ്ട് കോളിംഗ് ടു ഹിം shrilly, scolding him, threatening to let him starve on his ledge unless he flew away. അപ്പൊ ഇവൻ ഇങ്ങനെ പറക്കാതെ പേടിച്ച് പുറകിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഇവന്റെ ഫാദറും മദറും ഒക്കെ, അതായത് മറ്റു പക്ഷികളും ഫാമിലി മെമ്പേഴ്സാണ്, അച്ഛനും അമ്മയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവനെ ഒരുപാട് സ്കോൾഡ് ചെയ്യുന്നുണ്ട്. സ്കോൾഡ് ചെയ്യാൻ മീൻസ് വഴക്ക് പറയുക. ഇവന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. shrilly എന്ന് പറയുമ്പോൾ വളരെ രൂക്ഷമായി, വളരെ പരുക്കനായ ഭാഷയിൽ, വളരെ റഫായിട്ടുള്ള രീതിയിൽ അവനെ വഴക്ക് പറയുന്നു, അവനെ ഒറ്റപ്പെടുത്തുന്നു. അതൊക്കെ എന്തിനാണ്? അവനെ കൂടെ എങ്ങനെയെങ്കിലും ആ ഒരു വിദ്യ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് അവനെ ഒന്ന് ഫ്ലൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അവരും ട്രൈ ചെയ്യുന്നത്. ത്രെറ്റനിങ് ടു ലെറ്റ് ഹിം സ്റ്റാർവ് ഓൺ ഹിസ് ലെഡ്ജ്, എന്താണ്? അവൻ ആഹാരമൊന്നും കൊടുക്കാതെ, സ്റ്റാർവ് ചെയ്യുക മീൻസ് പട്ടിണി കിടുക, അതായത് ആഹാരമൊന്നും കൊടുക്കാതെ അവൻ അവിടെ കിടക്കണം. ആഹാരം വേണമെന്ന് തോന്നുമ്പോൾ അവൻ തന്നെ പറന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പൊ അവനെ കൊണ്ട് അങ്ങനെ ഒന്ന് പറന്ന് മുകളിലേക്ക് ഉയരണം. മനസ്സിലായില്ല? അത് അവൻ തന്നെ ചിന്തിച്ചാലേ പറ്റുള്ളൂ. നമുക്ക് അവന്റെ ചിറകുകൾ എടുത്തിട്ട് വീശാൻ പറ്റൂ? അവൻ തന്നെ ചിന്തിച്ചാലല്ലേ പറ്റൂ. അപ്പൊ അവനെ അതിലേക്കൊന്ന് ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീട്ടുകാർ ശ്രമിക്കുന്നത്, അവന്റെ അച്ഛനും അമ്മയൊക്കെ ശ്രമിക്കുന്നത്. അപ്പൊ ആഹാരം കൊടുക്കില്ല, കാരണം അവന് ആവശ്യമായിട്ടുള്ള ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവൻ ഒരിക്കലും പറക്കാതെ എപ്പോഴും ഈ മടി പിടിച്ചിരിക്കും. സോ അത് വേണ്ട, അവന് വേണമെങ്കിൽ അവൻ തന്നെ പറക്കട്ടെ, അതാണ് അവരുടെ ചിന്ത. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്. പക്ഷെ സത്യം പറഞ്ഞാൽ അവൻ അവിടെ ഒന്നും മൂവ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ അവന് കഴിവില്ലാത്തത് കൊണ്ടൊന്നുമല്ല,
ഹീസ് വെരി അഫ്രൈഡ്, അല്ലെങ്കിൽ അവന് കോൺഫിഡൻസ് ഇല്ല, ഹി ലാക്ക് കോൺഫിഡൻസ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഫിയർ, ധൈര്യമില്ലാത്ത അവസ്ഥ, അതൊക്കെയാണ് അവനെ ഇങ്ങനെ ഇരിക്കാൻ എന്താണ് പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഹീസ് വെരി ലേസി. ജസ്റ്റ് ആ ഒരു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോലും അവന് വയ്യ, വല്ലാത്തൊരു മടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ദാറ്റ് വാസ് 24 hours ago. അപ്പോൾ ഇവന്റെ കൂടെയുള്ള മറ്റു പക്ഷികളൊക്കെ പറന്നു പോയിട്ട് ഏകദേശം 24 മണിക്കൂർ ആയിട്ടുണ്ട്. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം. അതിനുശേഷം ഇതുവരെ ആരും അവന്റെ അടുത്ത് പറന്നു വന്നിട്ടില്ല. The day before, all day long, he had watched his parents flying aboard with his brothers and sister, perfecting them in hours of flight. Day before, തലേ ദിവസം, ഓൾ ഡേ ലോങ്, എന്താണ് രാപ്പകലോളം മുഴുവൻ സമയവും അവൻ അവിടെ ഇരുന്ന് കണ്ടതാ. എന്താണ് അവന്റെ പാരൻസ് അവന്റെ ബ്രദേഴ്സിനും സിസ്റ്ററിനും ഒക്കെ നന്നായിട്ട് പറക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവരെ ആർട്ട് ഓഫ് ഫ്ലൈറ്റ് മീൻസ് പറക്കൽ വിദ്യ, അത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ അതിൽ പെർഫെക്റ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് നല്ല ട്രെയിനിങ് അവർക്ക് കൊടുക്കുന്നത് അവൻ കണ്ടു. ദെൻ ഹൗ ടു സ്കീം ദ വേവ്സ്, എന്താണ് തിരമാലകളെ കീറി മുറിച്ച് പറക്കുവാനും, എന്താണ് നമ്മൾ ഈ നീലപ്പൊന്മാനൊക്കെ മീൻ പിടിക്കുന്നുണ്ടല്ലേ, പറന്ന് വന്ന് കൊത്തിയെടുക്കുന്ന പോലെ എന്താണ് ഡൈവ് ചെയ്ത് ഫിഷിനെ പിടിക്കാനും ഒക്കെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അവൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. He had in fact seen his older brother catch his first herring and devour it, standing on a rock while his parents circled round, raising a proud cackle. എന്തുവാ? ഹി ഹാഡ് ഇൻ ഫാക്ട് സീൻ ഹിസ് ഓൾഡർ ബ്രദർ, ഇവന്റെ ഓൾഡർ ബ്രദർ ഒരു ഹെറിങ്ങിനെ പിടിക്കുന്നത്, ഹെറിങ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഫിഷാണ്. ഹെറിങ് എന്ന് പറയുന്ന ഫിഷിനെ പിടിക്കുന്നതും ഡിവോർ ഇറ്റ്, അതിനെ എൻഗൾഫ് ചെയ്യുക, വിഴുങ്ങുന്നതും കഴിക്കുന്നതും ഒക്കെ അവൻ അവിടെ ഇരുന്ന് കണ്ടു. ആ റോക്കിന്റെ മുകളിൽ ഇരുന്ന് അവൻ കണ്ടു. സ്റ്റാൻഡിങ് ഓൺ എ റോക്ക് വൈൽ ഹിസ് പാരൻസ് സർക്കിൾ റൗണ്ട് റൈസിങ് എ പ്രൗഡ് കാക്കിൾ. അപ്പോൾ ഈ ബ്രദർ ഒരു പാറയുടെ മുകളിൽ ഈ ഒരു ഫിഷിനെ കൊണ്ടുവന്ന് അതിനെ കൊത്തി തിന്നുന്നതൊക്കെ അവൻ കണ്ടു. അതേസമയം ഇവന്റെ പാരൻസ് അവര് ഈ ഓൾഡർ ബ്രദറിന് ചുറ്റും പ്രൗഡ് കാക്കിൾ മീൻസ് അത് ഉണ്ടാക്കുന്ന ശബ്ദമാണ്, അങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പറക്കുന്നുണ്ട്. അത് അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് ബ്രദറിനെ. കാരണം ഒരു പക്ഷിയെ സംബന്ധിച്ച് സർവൈവ് ചെയ്യാനാണ് വേണ്ടത്. നമ്മളെപ്പോലെ വിദ്യാഭ്യാസം നേടണമെന്നോ ജോലി നേടണമെന്നോ പക്ഷിക്കില്ല. അതൊരു ലിവിങ് ബീയിങ് ആണ്. അത് എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളത്, ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, സോ അതിന് പഠിച്ചു കഴിഞ്ഞു, എങ്ങനെ ഇരയെ പിടിക്കാം എന്നുള്ളത് അത് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ പറക്കണം എന്നുള്ളത്, എങ്ങനെ പറക്കണം എന്നുള്ളതും അത് പഠിച്ചു കഴിഞ്ഞു. മതി, അതിന് സർവൈവ് ചെയ്യാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ്. സോ ആദ്യമായിട്ട് ഇരയെ പിടിച്ചു. അത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റ് ആയതുകൊണ്ട് കൂടെയുള്ള പക്ഷികളൊക്കെ അവരെ, ഈ ഓൾഡർ ബ്രദറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രൗഡ് കാക്കിൾ മീൻസ് ആ ശബ്ദം ഉണ്ടാക്കുക. കാക്കിൾ എന്ന് പറയുന്നത് പക്ഷികളുടെ ശബ്ദമാണ്. ആ രീതിയിൽ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ ശബ്ദം ഉണ്ടാക്കി. And all the morning the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. ഇവന്റെ ഭീരുത്വം കണ്ടിട്ട്, ഇവനിങ്ങനെ പേടിത്തൊണ്ടനായിട്ട് മാറിയിരിക്കുന്നത് കണ്ടിട്ട് എന്താണ് ആ ഒരു ടൈം മുഴുവൻ, ഓൾ ദി മോർണിംഗ് മീൻസ് ആ ഒരു ടൈം, പകൽ സമയം മുഴുവൻ ഇവന്റെ ഫാമിലി, ഓൾ ഹിസ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ആ ഒരു പാറക്കെട്ടിലിരുന്ന്, ഓപ്പോസിറ്റ് ക്ലിഫിലുള്ള പാറക്കെട്ടിലിരുന്ന് ഇവനെ കളിയാക്കി ചിരിക്കുകയാണ്. ഇവന്റെ ഭീരുത്വത്തിനെ പറ്റി പറഞ്ഞ് കളിയാക്കുകയാണ്. സോ നമ്മൾ ഈ കളിയാക്കുന്നത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അവനെ തളർത്താനും, ചിലപ്പോൾ ഈ ഒരു കളിയാക്കൽ കൊണ്ട് അവന് തന്നെ ഒരു ചിന്തയുണ്ടായി അവന് തന്നെ പറക്കാൻ ശ്രമിക്കാം. അപ്പോൾ മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മറ്റുള്ളവരെ കളിയാക്കാം. ഇവിടെ അവരങ്ങനെയാണ് ചെയ്യുന്നത്. ഇവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവനെ കൊണ്ടൊന്ന് ആ ഒരു ഫ്ലൈങ് അവനെ കൊണ്ടൊന്ന് അറ്റംപ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അവരവനെ കളിയാക്കുന്നത്. The sun was now ascending the sky, blazing warmly on his ledge that faced the south. ഓക്കെ, നൗ സൺ വാസ് അസെൻഡിങ്. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ മേലേക്ക് ഉയർന്നു വരികയാണ്. മീൻസ് ഉച്ചനേരം ആവുക. പകൽ സമയത്ത് നിന്ന് ഉച്ച നേരത്തേക്ക് വരുമ്പോഴാണല്ലോ സൂര്യൻ നേരെ നമ്മുടെ തലക്ക് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ സൂര്യൻ എങ്ങനെ ഉദിച്ചുദിച്ച് മുകളിലേക്ക് വരികയാണ്. ഉച്ചനേരത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, ഭയങ്കര ചൂടായിരിക്കും അല്ലെ, ഭയങ്കര ആവിയായിരിക്കും. പ്രത്യേകിച്ച് അവൻ നിൽക്കുന്നത് പാറക്കെട്ടിന്റെ മുകളിലാണ്. പാറയുടെ മുകളിൽ എന്തായിരിക്കും പ്രത്യേകത? ചുട്ടു പൊള്ളുന്ന ചൂടായിരിക്കും അല്ലെ, കൈയും കാലും ഒക്കെ പൊള്ളിപ്പോവും, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ ഇവിടെ അവൻ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. അത് ഉറപ്പായിട്ടും ദേഹമൊക്കെ വല്ലാതെ ആയിപ്പോവും. The sun was now ascending the sky, blazing warmly on his ledge that faces south. അപ്പോൾ സൗത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന അവന്റെ ലെഡ്ജിന്റെ മേലെ ഇപ്പൊ ആര് നിൽക്കുകയാണ്? തലയ്ക്ക് മുകളിലാണ് ഇപ്പൊ ആര് നിൽക്കുന്നത്? സൂര്യൻ. ഭയങ്കര ചൂടാണ്. He felt the heat because he had not eaten since the previous nightfall. തലേ ദിവസം രാത്രിക്ക് ശേഷം ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. സോ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ ഈ ചൂട് അല്ലെങ്കിൽ ഈ വെയിൽ അവനെ തളർത്തുന്നുണ്ട്. Then he had found a dried piece of mackerel's tail at the far end of his ledge. ഇനി അവന് ഫുഡിന് വേണ്ടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്, ഈ ലെഡ്ജ്, ഈ പാറയിടുക്കിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന്. അന്നേരം മാക്രൽ ഒരു ഫിഷാണ്, അതിന്റെ ഒരു ടൈൽ ഭാഗം, വാലിന്റെ ഭാഗം അവൻ കണ്ടു. അത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഫുഡ് എന്ന് പറയാൻ സ്ക്രാപ്പ് ഒന്നുമില്ല. സിംഗിൾ സ്ക്രാപ്പ് മീൻസ് റിമൈനിങ്. ഫുഡ് എന്ന് പറയാൻ റിമൈനിങ് ആയിട്ട് ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ എല്ലെന്ന് പറയില്ലേ, അല്ലെങ്കിൽ മുള്ള് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
He had searched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. അവൻ എന്താണ് നമ്മൾ മുക്കിലും മൂലയിലും എന്ന് പറയുന്നത് പോലെ ആ ലെഡ്ജിന്റെ എല്ലാ ഭാഗത്തും നോക്കുന്നുണ്ട്. ഈവൻ അവനും അവന്റെ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ മുട്ട വിരിഞ്ഞുണ്ടായ, ഹാച്ച് ചെയ്യാൻ മീൻസ് മുട്ട വിരിയുക, അങ്ങനെ മുട്ട വിരിഞ്ഞുണ്ടായ ആ നെസ്റ്റിൽ പോലും, സ്ട്രോ നെസ്റ്റിൽ പോലും നോക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന്. ഹി ഈവൻ നോട്ട് അറ്റ് ദി ഡ്രൈഡ് ഈ പീസസ് ഓഫ് എക്സെൽ, എന്താണ് എക്സെൽ, ഇവർ വിരിഞ്ഞുണ്ടായ മുട്ടയുണ്ടല്ലോ, മുട്ടത്തോടെ അവിടെ കിടപ്പുണ്ട്, അതുപോലും അവനൊന്ന് നോക്കി കഴിക്കാനൊന്ന് ശ്രമിച്ചില്ല. പക്ഷെ അതൊന്ന് നോക്കി കഴിക്കണോ വേണ്ടയോ എന്നൊരു സംശയത്തിലാണ്. പക്ഷേ ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. പക്ഷെ അവനത് കഴിച്ചില്ല. കാരണം എന്താണ്, അവന് ഒരു, നമ്മൾ പറയില്ലേ ഇമോഷണലി അറ്റാച്ച്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെ, അവന്റെ തന്നെ ഒരു ഭാഗത്തിന് കഴിക്കുന്നത് പോലെ അവന് തോന്നി. സോ അവൻ അത് ലീവ് ചെയ്തു. ആ ഒരു ചിന്തയെ അവൻ കളഞ്ഞു. He then trotted back and forth from one end of the ledge to the other. Trotted means തത്തുക, മീൻസ് നമ്മൾ പക്ഷികൾ നടക്കുന്ന കണ്ടിട്ടില്ലേ, അവർ കാലുകൾ നമ്മളെ പോലെ നോർമലായിട്ട് നടക്കുകയല്ല ചെയ്യുന്നത്, തുള്ളി തുള്ളിയാ പോകുന്നത്. സോ അവൻ അങ്ങനെ ചാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി ചാടി പോകുന്നുണ്ട് ലെഡ്ജിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, ഫുഡിന് വേണ്ടിയിട്ടാണ്. ഹിസ് ലോങ് ഗ്രേ ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡെയിൻലി ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരന്റ്സ് വിത്തൗട്ട് ഹാവിംഗ് ടു ഫ്ലൈ. അവന്റെ കാലുകൾ വളരെ പതുക്കെയാണ്. സ്റ്റെപ്പിംഗ് ഡെയിൻലി മീൻസ് വളരെ പതുക്കെ വെച്ച് പോവുകയാണ്. വളരെ ക്ഷീണിതനാണ് അവൻ. അവൻ ഈ നടക്കുന്നത് വേറെ ഒന്നിനുമല്ല, എങ്ങനെയെങ്കിലും ഇവന്റെ പാരന്റ്സ് ഇരിക്കുന്ന ആ പാറക്കെട്ടിലെത്തണം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ പിക്ചർ നോക്കിയാൽ അറിയാം, അവൻ ഇരിക്കുന്ന പാറക്കെട്ടല്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് മറ്റൊരു മൗണ്ടൻ പോലെ കാണുന്നില്ലേ, ആ രൂപത്തിലാണ് ഇവന്റെ പാരന്റ്സ് ഇരിക്കുന്നത്. അപ്പൊ അവിടേക്ക് എങ്ങനെയെങ്കിലും എത്തണം. എന്താണ് വഴി? ആ വഴി എന്താണ് അന്വേഷിച്ചാണ് അവൻ നടക്കുന്നത്. ഒന്നെങ്കിൽ പറക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിൽ പോകണം. പറക്കണം അല്ലെങ്കിൽ നീന്തണം, രണ്ടും അവനെ കൊണ്ട് പറ്റത്തില്ല. But on each side of him, the ledge ended in a sheer fall of precipice with the sea beneath. ഇവൻ ചുറ്റും നോക്കുകയാണ്, എല്ലാ ഭാഗത്തും, ഈ ലെഡ്ജിന്റെ എല്ലാ ഭാഗത്തും എന്താണ്, പ്രിസിപ്പൈസ് മീൻസ് എന്താണ്, ഒരു ഡീപ്പ് ക്രാക്ക് പോലെ, എന്താണ് അവിടെ ഒരു വലിയ അഗാധമായ ഗർത്തം പോലെ കിടക്കുകയാണ്. വിത്ത് സീ ബിനീത്ത്, താഴെയാണെങ്കിലോ കടലാണ്. അപ്പോൾ ആ കുഴിയിലേക്ക്, അല്ലെങ്കിൽ ആ നാല് വശവും കടലാൽ ചുറ്റപ്പെട്ടത് എന്ന് പറയുന്ന പോലെ ചുറ്റും കടലാണ്, വീണുപോയാൽ കടലിലായിരിക്കും വീഴുന്നത്. At between him and his parents there was a deep wide crack. ഇവൻ ഇരിക്കുന്ന ഈ പാറക്കെട്ടിനും പാരന്റ്സ് ഇരിക്കുന്ന പാറക്കെട്ടിനും ഇടയ്ക്ക് വളരെ ഡീപ്പായിട്ടുള്ള, വൈഡ് ആയിട്ടുള്ള, വിശാലമായിട്ടുള്ള ഒരു ക്രാക്ക് മീൻസ് എന്താണ്, ആ ഒരു ഗർത്തം തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്. ഇവൻ അങ്ങോട്ട് ചാടിക്കടക്കാനും പറ്റത്തില്ല. അപ്പൊ പറന്നു പോവുക എന്നുള്ളതാണ് ഏക മാർഗം. ഷുവർലി he could reach them without flying if he could only move northwards along the cliff face. അപ്പൊ അവൻ തന്നെ ചിന്തിക്കുന്നുണ്ട്, നോർത്തേൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ, ക്ലിഫിന്റെ നോർത്തേൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പറക്കാതെ എങ്ങനെയെങ്കിലും അവരിരിക്കുന്ന ഭാഗത്തേക്ക് എത്താം. പക്ഷേ നോർത്തേൺ സൈഡിൽ പോകണമെങ്കിലും, ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹി വാക്ക്, എങ്ങനെ നടന്നു പോകും? ഇപ്പം നമ്മൾ കുത്തനെ മലയാണ്, എങ്ങനെ അത് നമുക്ക് നടക്കാൻ പറ്റും? നമുക്ക് മനുഷ്യർക്കാണെങ്കിൽ നമ്മുടെ മൗണ്ടൈൻസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഇവിടെ അവനത് സാധ്യമല്ല. സോ എങ്ങനെ പറന്നു പോകും? എങ്ങനെ നടക്കാൻ പറ്റും? നടക്കാൻ പറ്റത്തില്ല. ദേ വാസ് നോ ലെഡ്ജ്. അപ്പം നമ്മൾ പടി പോലെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിലേ നടന്ന് മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവിടെ ഇല്ല. ദേ വാസ് നോ ലെഡ്ജ് ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ. അവന് പറക്കാനും പറ്റത്തില്ല. ആൻഡ് above him he could see nothing. മുകളിലേക്ക് നോക്കിയാൽ ആകാശം അല്ലാതെ വേറൊന്നും കാണാനില്ല. The precipice was sheer and the top of it was perhaps farther than the sea beneath him. എന്താണ്, മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ precipice എന്ന് പറയുന്നത് അത് വളരെ വിശാലമായിട്ട് കിടക്കുക. സോ എന്ത് ചെയ്യണം എന്ന് കൺഫ്യൂഷനിലാണ്. ചിലപ്പോൾ താഴെ ഇവൻ പേടിച്ചിരിക്കുന്ന ഈ കടലുണ്ടല്ലോ, അതിനേക്കാളും ആഴം അല്ലെങ്കിൽ ലെങ്തി ആയിരിക്കും, അല്ലെങ്കിൽ ലോങ് വേ ആയിരിക്കും മുകളിലെ ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും പേടിയാണ്, പറക്കാനും പേടിയാണ്, താഴേക്ക് ചാടാനും പേടിയാണ്. അങ്ങനെ ആ ഒരു ഗർത്തവും കണ്ട് പേടിച്ചവൻ അങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, he stepped slowly out to the brink of the ledge and standing on one leg with the other leg hidden under his wing, he closed one eye, then the other, and pretended to be falling asleep. അപ്പോൾ സാധാരണ പക്ഷികൾ ചെയ്യുന്നതാണ്, കണ്ണുകൾ അടച്ച് ഒരു കാല് പൊക്കി നിൽക്കുന്ന പരിപാടി. ഇവിടെ അവനും അതാ ചെയ്യുന്നത്. ഹി സ്റ്റെപ്പ് സ്ലോലി ഔട്ട് ടു ദ ബ്രിങ്ക് ഓഫ് ദി ലെഡ്ജ്. ആ ലെഡ്ജിന്റെ ബ്രിങ്ക് മീൻസ് അരിക്, അറ്റം, വക്ക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ അറ്റത്തിലേക്ക് അവൻ വന്ന് നിൽക്കുകയാണ്. ദെൻ ഒറ്റ കാലിൽ നിൽക്കുന്നു, ഒരു കാല് ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരു കാലിൽ നിൽക്കുകയാണ്. ഹി ക്ലോസ്ഡ് വൺ ഐ, ഒരു കണ്ണ് അടച്ച് മറ്റേത് തുറന്ന്. പ്രിറ്റൻഡ് ടു ബി ഫോളിങ് എ സ്ലീപ്പ്, എന്താണ്, ഉറങ്ങുന്നത് പോലെ പ്രിറ്റൻഡ് ചെയ്യുകയാണ്. പ്രിറ്റൻഡ് ചെയ്യുക മീൻസ് നടിക്കുക കേട്ടോ, അങ്ങനെ ആക്ട് ചെയ്യുന്നതാണ്. സ്റ്റിൽ ദേ ലുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. അപ്പൊ അവൻ എന്തിനാ അത് ചെയ്തത്? മറ്റു പക്ഷികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ഉറങ്ങുകയാണ്, വിശന്നുറങ്ങുന്നതാണെന്ന് മറ്റു പക്ഷികൾ, അതായത് അവന്റെ മദറോ അല്ലെങ്കിൽ ഫാദറോ അല്ലെങ്കിൽ ബ്രദേഴ്സോ സിസ്റ്ററോ ആരെങ്കിലും കാണണം. അപ്പൊ അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അവരാരും അവനെ ശ്രദ്ധിച്ചില്ല. ഹി സോ ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ലൈയിങ് ഓൺ പ്ലേറ്റ്യൂ ഡോസിംഗ് വിത്ത് ദെയർ ഹെഡ്സ് sunk into their necks. His father was preening the feathers on his white back. ഇവൻ നോക്കുമ്പോൾ
അവൻ്റെ 2 ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ പ്ലേറ്റ്യൂവിൽ മീൻസ് ആ പാറക്കെട്ടിൽ സുഖമായിട്ട് കിടക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ പക്ഷികൾ അവരുടെ ചിറകൊക്കെ കോതി ഒതുക്കി വെക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ആ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും. ഓക്കെ, ദെൻ ഫാദറിനെ കണ്ടു. ഫാദർ എന്താ ചെയ്യുന്നത്? അദ്ദേഹവും ഹിസ് ഫാദർ വാസ് പ്രീനിങ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. ഓക്കെ, അപ്പൊ എന്താ പ്രീനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊതി ഒതുക്കി വെക്കുക, ചിറക് വിടർത്തി കൊക്കുകൊണ്ട് വൃത്തിയാക്കുന്ന ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അതിനെയാണ് പ്രീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാദറും അതാ ചെയ്യുന്നത്. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. ആകെ അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആരാണ്? അമ്മ മാത്രം, വേറെ ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല. ദെൻ she was standing on a little high hump on the plateau, her white breast thrust forward. ഇപ്പോൾ തള്ളപ്പക്ഷി എന്താ ചെയ്യുന്നത്? വളരെ ഇച്ചിരി പൊക്കമുള്ളൊരു പ്ലേറ്റ്യൂ മീൻസ് പീഠഭൂമി. ആ പീഠഭൂമിയുടെ മുകളിൽ ഇച്ചിരി ഒരു ഹൈറ്റുള്ള ഭാഗത്ത് ഇങ്ങനെ നെഞ്ചും വിരിച്ച് നിൽക്കുകയാണ് ഇവന്റെ അമ്മ. നമ്മൾ ഈ പ്രാവിനെയൊക്കെ കണ്ടിട്ടില്ല? അതിങ്ങനെ നെഞ്ചു വിരിക്കുന്നത് പോലെ, ബ്രസ്റ്റ് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് പോലെയാണ് പ്രാവിനെയൊക്കെ കാണുമ്പോൾ. അപ്പം അതുപോലെ ഇവന്റെ തള്ളപ്പക്ഷിയും അങ്ങനെയാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. നൗ ആൻഡ് അഗെയിൻ ഷീ ടോർ അറ്റ് എ പീസ് ഓഫ് ഫിഷ് ദാറ്റ് ലേ അറ്റ് ഹെർ ഫീറ്റ്. എന്തുവാ? അമ്മയുടെ മീൻസ് തള്ളപ്പക്ഷിയുടെ കാൽ കീഴിൽ ഒരു മീൻ ഉണ്ട്. അതിന്റെ ബീക്ക് യൂസ് ചെയ്തിട്ട്, ബീക്ക് മീൻസ് ചുണ്ടുകൾ യൂസ് ചെയ്തിട്ട് തന്നെ കുത്തി കീറുന്നുണ്ട്. ആൻഡ് ദെൻ സ്ക്രാപ്പ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക് ഓൺ ദ റോക്ക്. ആ ചുണ്ടുകൾ കൊണ്ട് റോക്ക് പാറക്കെട്ടിൽ ഉരയ്ക്കുന്നുണ്ട്, മൂർച്ച കൂട്ടുന്ന പോലെ ഉരയ്ക്കുന്നുണ്ട്. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാറ്റഡ് ഹിം. അപ്പോൾ വിശന്ന് വലഞ്ഞിരിക്കുന്ന അവന്റെ മുന്നിൽ ഇങ്ങനെ ഒരു മീനിനെ അമ്മ ഇങ്ങനെ കൊത്തി തിന്നുന്നത് കാണുമ്പോൾ അവന് വല്ലാത്തൊരു ഭ്രാന്ത് പിടിക്കുകയാണ്. സത്യം പറഞ്ഞത്, നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പറയും, കളിയാക്കി പറയുന്നത്. എന്നാലും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവൻ. ഹൗ ഹി ലവ് ടു ടീ എ ഫുഡ് ദാറ്റ് വേ. അങ്ങനെ ആ മീനിനെ ഒന്ന് കൊത്തിയെടുക്കാൻ, കൊത്തി കീറി തിന്നാൻ അവനും ആഗ്രഹമുണ്ട്, കൊതി തോന്നുന്നു. സ്ക്രാബിങ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ ടു വെറ്റ് ഇറ്റ്. അങ്ങനെ കൊത്തിക്കീറി അത് വിഴുങ്ങാൻ അവൻ ആഗ്രഹം തോന്നുന്നു. ഹി അറ്റേർഡ് എ ലോ കാക്കിൾ. വളരെ പതിയെ അവനൊരു ശബ്ദം ഉണ്ടാക്കി. എന്തിനാണ്? അമ്മയോട് ദയനീയമായിട്ട് യാചിക്കുന്നതാണ് അവന് കൂടെ ഫുഡ് കൊടുക്കാൻ വേണ്ടി. ഹിസ് മദർ കാക്കിൾ ടു ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അപ്പോൾ അവന്റെ ശബ്ദം കേട്ടിട്ട് അമ്മ റിപ്ലൈ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു? തിരിച്ചും കാക്കിൾ ചെയ്യുന്നുണ്ട്, അവനെ നോക്കുന്നുണ്ട്. ഗാ ഗാ ഹി ക്രൈഡ്, ബെഗിങ് ഹർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. അവന് വേണ്ടി ആഹാരം എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവൻ അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കുന്നു. ഗോൾ ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. മോക്കിംഗ്ലി മീൻസ് കളിയാക്കുക കേട്ടോ. അവനെ കളിയാക്കുന്ന രീതിയിൽ നെഗറ്റീവായിട്ട് എന്ത് ചെയ്തു? തള്ളപ്പക്ഷി തിരിച്ചും ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ അവൻ എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, പക്ഷെ തള്ളപ്പക്ഷി ഒന്നും കൊടുക്കുന്നില്ല. ബട്ട് ഹി കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഹി അറ്റേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. വളരെ ദയനീയമായിട്ട് അവൻ വീണ്ടും ശബ്ദം ഉണ്ടാക്കും. പക്ഷെ കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോഴേക്കും വളരെ സന്തോഷത്തോടു കൂടി അവൻ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. എന്താ കാര്യം? His mother had picked up a piece of fish and was flying across to him with it. അവൻ നോക്കുമ്പോൾ തള്ളപ്പക്ഷി ഒരു പീസ്, ഇതുപോലെ ഫിഷിന്റെ ഒരു പീസിനെയും കൊത്തിയെടുത്തുകൊണ്ട് അവന് നേരെ പറന്നു വരികയാണ്. മേ ബി അവന് കൊടുക്കാൻ വേണ്ടി ആയിരിക്കാം. അത് കണ്ടിട്ടാണ് അവൻ സന്തോഷത്തോടെ ശബ്ദം ഉണ്ടാക്കുന്നത്. ഹി ലീൻഡ് ഔട്ട് ഈഗർലി. മുന്നോട്ട് ചാഞ്ഞു നിൽക്കുകയാണ്, വളരെ ഈഗർലി മീൻസ് ആകാംക്ഷയോടെ. അതായത് ഇപ്പം കിട്ടുന്ന ഒരു പ്രതീക്ഷയാണ് അവന്. ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്. കാലുകളൊക്കെ കൊണ്ട് അടിക്കുകയാണ് റോക്കിൽ, പാറയിൽ. ഫുഡ് കിട്ടുന്ന ആ ഒരു വെപ്രാളം. ട്രൈങ് ടു ഗെറ്റ് നിയർ ടു ഹെർ ആസ് ഷീ ഫ്ലൂ അക്രോസ്. ഇപ്പോൾ നിങ്ങൾ ഈ TV-യിലൊക്കെ കണ്ടിട്ടില്ലേ, നെസ്റ്റിൽ, അതായത് കൂട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തലപക്ഷി തീറ്റ കൊണ്ട് കൊടുക്കുമ്പോൾ ഇവർ തല ഇങ്ങനെ ഉയർത്തി, തല നീട്ടിപ്പിടിച്ചാണ് ആ ഫുഡ് എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവനും തല ഉയർത്തിപ്പിടിച്ച് ചാടി നിൽക്കുകയാണ്. തള്ളപ്പക്ഷി അടുത്തെത്തുമ്പോഴേക്കും ആ ഫിഷിന്റെ പീസിനെ കൊത്തിയെടുക്കാൻ വേണ്ടി വളരെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. But when she was just opposite to him, abreast of the ledge, she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. പക്ഷെ പറന്ന് ഇവന്റെ ലെഡ്ജിന് നേരെ ഓപ്പോസിറ്റ് എത്തിയപ്പോഴേക്കും തള്ളപ്പക്ഷി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അവരിപ്പോൾ പറക്കുന്നില്ല, എയറിൽ തന്നെ പറന്ന് നിൽക്കുകയാണ്. നമ്മൾ ഈ ഹെലികോപ്റ്ററൊക്കെ നിൽക്കുന്ന പോലെ എയറിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ നിൽക്കുന്ന ലെഡ്ജിന്റെ അടുത്തേക്ക് വരുന്നില്ല, ചെറിയൊരു ഗ്യാപ്പ് ഇടക്കിട്ടിട്ട് അങ്ങനെ പറന്ന് നിൽക്കുകയാണ്. ഹോൾട്ട് ചെയ്യുക മീൻസ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ പറന്ന് അടുത്ത് എത്തുന്നത് ഷീ സ്റ്റോപ്ഡ് മീൻസ് അവരവിടെ നിന്നു. അവിടെ എയറിൽ ഇങ്ങനെ പറന്ന് നിൽക്കുകയാണ്. ഷീ വെയിറ്റഡ് എ മൊമെന്റ് ഇൻ സർപ്രൈസ്. He waited a moment in surprise, wondering why she did not come nearer, and then maddened by hunger, he dived at that fish. അപ്പോൾ നോക്കുമ്പോൾ ഇവന് കാര്യം മനസ്സിലായില്ല. തള്ളപ്പക്ഷി അവിടെ ഒരു ട്രിക്ക് യൂസ് ചെയ്ത, പക്ഷെ അവനത് മനസ്സിലായില്ല. ഇവൻ നോക്കുമ്പോൾ എന്റെ തൊട്ടടുത്ത് വരെ തള്ളപ്പക്ഷി വന്ന് നിൽക്കുകയാണ്, എന്തുകൊണ്ട് അടുത്ത് വരുന്നില്ല? അവസാനം വിശപ്പ് സഹിക്കാൻ വയ്യാതെ എന്ത് ചെയ്തു? അവനെടുത്തൊരൊറ്റ ചാട്ടം. ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. ആ ചുണ്ടിലിരിക്കുന്ന ഫിഷിന് നേരെ എടുത്തൊരൊറ്റ ചാട്ടം. വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ ടു സ്പേസ്. എന്തു പറ്റി? എടുത്ത് ചാടിയപ്പോൾ നേരെ താഴേക്കാ പോയത്. പറക്കാൻ അറിയില്ലല്ലോ. അവൻ നേരെ ഉറക്കെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് നേരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക.
ഹിസ് മദർ ഹാഡ് സ്വീപ്ഡ് അപ്വേർഡ്സ്. ഇവൻ എടുത്ത് ചാടിയപ്പോഴേക്കും തള്ളപ്പക്ഷി പറന്ന് മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ ഇവന് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല കൃത്യമായിട്ട്. ഇവൻ നേരെ താഴേക്ക് വീഴാൻ തുടങ്ങി. ആസ് ഹി പാസ്ഡ് ബിനീത്ത് ഹർ ഹി ഹേർഡ് ദ സ്വിഷ് ഓഫ് ഹർ വിങ്സ്. അവൻ ഇങ്ങനെ തള്ളപ്പക്ഷി പാസ് ചെയ്ത് നേരെ താഴേക്ക് പോയപ്പോഴേക്കും തള്ളപ്പക്ഷിയുടെ സ്വിഷ് എന്നാണ്, മീൻസ് അവർ പറന്ന് ഉയർന്ന ശബ്ദം, ആ ചിറകടി ശബ്ദം അവൻ കേട്ടു. Then a monstrous terror seized him and his heart stood still. എന്തുവാണ്? ഭയാനകമായി, മീൻസ് അവൻ പേടിച്ചു, ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു പോയി. അവൻ്റെ ഹൃദയം നിലച്ചതുപോലെ അവന് തോന്നി. കാരണം ഇവന് ഇത്രയും നേരവും അവൻ പേടിച്ചിരുന്നത് എന്താ? ഈ ഒന്ന് പറക്കാൻ വേണ്ടിയിട്ടാ. ഇപ്പോൾ എന്താണ് അവന് പേടിയായിരുന്നു? ആ കടലായിരുന്നു പേടി, അല്ലെ? ആ കടലിലേക്കാണ് അവൻ ഇതാ വീണുകൊണ്ടിരിക്കുന്നത്, താഴേക്ക് വീഴുകയാണ്. ഹി കുഡ് ഹിയർ നത്തിങ്. നമ്മൾ പറയില്ല കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് എന്നൊക്കെ പറയുന്ന പോലെ, മനസ്സിലൊന്നുമില്ല, തലയിലൊന്നുമില്ല, ഒരു ചിന്തയില്ല, അവനൊന്നും കേൾക്കാൻ പോലും പറ്റുന്നില്ല, മരിച്ചു പോയോന്ന് പോലും അവന് തോന്നുന്നുണ്ട്. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റ് എ മൊമെന്റ്. പക്ഷെ അതൊരൊറ്റ നിമിഷം മാത്രമേ നിലനിന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും ദ നെക്സ്റ്റ് മൊമെന്റ് ഹി ഫെൽ ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്. അവന്റെ ചിറകുകൾ വിരിയുന്നതായിട്ട് തോന്നി. The wind rushed against his breast feathers, then under his stomach and against his wings. എന്താണ്? പതുക്കെ കാറ്റ് അവന്റെ നെഞ്ചിലൂടെ പാസ് ചെയ്ത്, അവന്റെ വയറിലൂടെ പാസ് ചെയ്ത് ചിറകുകൾക്കടിയിലേക്ക് കാറ്റ് കയറുന്നതായിട്ട് അവന് ഫീൽ ചെയ്യുന്നു. മീൻസ് ചിറകുകൾ വിരിച്ചപ്പോൾ പതുക്കെ അവന് പറക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ് ലോങ് നൗ. നേരത്തെ പോലെ തലകീഴായിട്ട് താഴേക്ക് വീഴുകയല്ല ഇപ്പോൾ അവൻ. നൗ ഹീസ് ഫ്ലൈയിങ്. ഹി വാസ് സോറിങ് ഗ്രാജുവലി. സോറിങ് മീൻസ് പറന്നുയരുക. പതുക്കെ പറന്നുയരുകയാണ്. ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. അപ്പൊ ചിറക് എന്ത് ചെയ്യാണ്? ചിറക് വീശിയാണ്. ചിറകടിച്ച് അവൻ ഉയരുകയാണ്. ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ് മീൻസ് പക്ഷി ചിറകടിക്കുന്നത് അങ്ങനെയാണ്, ആ ഒരു സ്റ്റൈലാണ്. അങ്ങനെ ചിറക് വീശി അവൻ പറക്കുന്നു. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്. ഇപ്പൊ അവന് പേടിയൊന്നുമില്ല, കാരണം ഇത്രയും ദിവസം പേടിയായിരുന്നു. ഇപ്പൊ അവന് പേടിയൊന്നുമില്ല, പറക്കുകയാണ്. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിഗ് ഡിസി. അപ്പോൾ വീഴ്ചയുടേതായിരിക്കാം, ചെറുതായിട്ടൊന്ന് ഒരു ബോധക്ഷയം പോലെ, ചെറിയൊരു തലകറക്കം പോലെ തോന്നുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ദെൻ ഹി ഫ്ലാപ്പ് ഹിസ് വിങ്സ് വൺസ് ആൻഡ് ഹി സോഡ് അപ്വേർഡ്സ്. ഒന്നുകൂടെ നന്നായിട്ട് ശക്തിയായിട്ട് ചിറക് വീശി അവൻ മുകളിലേക്ക് പറന്നുയരുന്നു. ഹി അറ്റേർഡ് എ ജോയസ് സ്ക്രീം ആൻഡ് ഫ്ലാപ്പ് ദം അഗെയിൻ. എന്താണ് അറ്റേർഡ്? മീൻസ് പ്രൊഡ്യൂസിങ് സൗണ്ട്. അവനെങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ശബ്ദം ഉണ്ടാക്കി ചിറക് ഫ്ലാപ്പ് ചെയ്ത് ചിറകടിച്ച് മുകളിലേക്ക് പറക്കുന്നു. ഹി സൗഡ് ഹയർ. ഉയരങ്ങളിലേക്ക് അവൻ പറന്നു പോവാണ്. ഹി റേസ് ഹിസ് ബ്രസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗെയിൻസ്റ്റ് ദ വിൻഡ്. എന്താണ്? നെഞ്ചു വിരിച്ച് കാറ്റിനെ കീറി മുറിച്ചുകൊണ്ട് അവൻ പറന്നു പോകുന്നു. ഹിസ് മദർ സ്വൂപ്പ് പാസ് ഹിം. എന്താണ്? ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അവനും. അവന്റെ ശബ്ദം കേട്ടിട്ട് ഇവന്റെ തള്ളപ്പക്ഷിയും ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ഹർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. തള്ളപ്പക്ഷി എന്ത് ചെയ്യുന്നു? വളരെ ലൗഡായിട്ടുള്ള ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് പറന്നു വരുന്നു. ഹി ആൻസർ ഹർ വിത്ത് അനദർ സ്ക്രീം. അവർക്ക് മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണ്? മറ്റൊരു രീതിയിൽ വിളിച്ചുകൊണ്ടാണ്. ദെൻ ഹിസ് ഫാദർ ഫ്ലീ ഓവർ ഹിം സ്ക്രീമിങ്. പിന്നെ അച്ഛൻ വരുന്നു ഇതുപോലെ തന്നെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്. Then he saw his two brothers and sister flying around him, soaring and diving. പിന്നാലെ ആരും വരുന്നു? അവന്റെ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ വീണ്ടും വരുന്നുണ്ട്. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. എന്താണ്? അപ്പോൾ ഇത്രയും നേരവും പറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പേടിച്ചിരുന്ന ആശാനാണ് ഇപ്പോൾ പറന്നു പോകുന്നത്. അപ്പോൾ ഇപ്പോൾ അവൻ കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു അവസ്ഥ പോലും അവൻ ഉണ്ടായിരുന്നതായിട്ട് അവൻ ഓർമ്മയില്ല. അവൻ അങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. He was near the sea now. എന്തുവാ? ഇപ്പോൾ കടലിന് അടുത്തെത്തിയിട്ടുണ്ട്. പറന്ന് താഴേക്ക് പറക്കുകയാണ്. ഫ്ലൈയിങ് സ്ട്രെയിറ്റ് ഓവർ ഇറ്റ്. കടലിന് നേരെ ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നു. ഫേസിങ് ഔട്ട് ഓവർ ദി ഓഷ്യൻ. പതുക്കെ അവിടെ നിന്ന് ചരിഞ്ഞ് കടലിന് നേരെ പറക്കുകയാണ്. ഹി സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത്ത് ഹിം. പച്ച നിറത്തിലുള്ള കടലാണ് അവൻ കാണുന്നത്. വിത്ത് ലിറ്റിൽ റിഡ്ജസ് എന്ന് പറഞ്ഞാൽ ഓളങ്ങൾ. ഇവിടെ തിരമാലകളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചെറിയ ചെറിയ ഓളങ്ങളും തിരകളും ഒക്കെ അവൻ കാണുന്നുണ്ട്. He turned his beak sideways and crowed amusedly. ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ചുണ്ടുകൾ വെള്ളത്തിൽ തൊടുന്നുണ്ട്. His parents and his brothers and sister had landed on this green floor in front of him. അവർ നോക്കുമ്പോൾ ഇവന്റെ കൂടെയുള്ള മറ്റു പക്ഷികൾ, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഈ കടലിൽ ഇറങ്ങി നിൽക്കുകയാണ്, വെള്ളത്തിൽ നിൽക്കുകയാണ്. They were beckoning to him, calling shrilly. അവരും ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അവനെ വിളിക്കുന്നതാണ്. ഓക്കെ, അവന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവനെ അവിടേക്ക് ക്ഷണിക്കുന്നതാണ്. ബീക്കണിങ് മീൻസ് എന്താണ്? അവന്റെ അറ്റൻഷൻ നേടുക. ഓക്കെ, അവൻ അവിടേക്ക് വിളിക്കുന്നു. ഹി ഡ്രോപ്പ് ഹിസ് ലെഗ്സ് ടു സ്റ്റാൻഡ് ഓൺ ഗ്രീൻസ്. ഇവൻ നോക്കുമ്പോൾ ഇവന്റെ കൂടെയുള്ള മറ്റു പക്ഷികൾ വെള്ളത്തിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് അവൻ അറിയില്ലല്ലോ. അവരും കാലെടുത്ത് വെള്ളത്തിൽ വയ്ക്കുന്നു. അപ്പോഴേക്ക് മുങ്ങിപ്പോയി. ഹിസ് ലെഗ്സ് സാങ്ക് ഇൻ ടു ഇറ്റ്. മുങ്ങിപ്പോയി. അപ്പോൾ പെട്ടെന്ന് പേടിച്ചു, കാരണം വെള്ളത്തിനകത്തേക്ക് വീഴുമോ എന്നൊരു പേടി. ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ് ആൻഡ് അറ്റംപ്റ്റഡ് ടു റൈസ് അഗെയിൻ. അവൻ എന്ത് ചെയ്യുന്നു? വളരെ പേടിയോടുകൂടി ശബ്ദം ഉണ്ടാക്കി പറന്ന് മുകളിലേക്ക് ഉയരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്, ചിറകടിച്ചുകൊണ്ടാണ് പറക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ എന്ത് പറ്റി? ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്ങർ.
ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്, എക്സോസ്റ്റഡ് ബൈ ദ സ്ട്രേഞ്ച് എക്സസൈസ്. എന്താണ്? പക്ഷെ അവൻ വളരെ ടയേർഡാണ്, വളരെ വീക്കാണ് അവൻ. കാര്യം എന്താ? ഹങ്, വിശപ്പ് കാരണം വീക്കാണ്. അത് മാത്രമല്ല, സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് അവനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് കാരണം അവൻ എക്സോസ്റ്റഡ് ആണ്, തളർന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. എന്താണ് ആ എക്സസൈസ്? പറക്കുക. അവൻ ഇതുവരെ പറന്നിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ പറക്കുന്നത്. സോ വളരെ ക്ഷീണിതനാണ് അവൻ. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ ആൻഡ് ദെൻ ഹിസ് ബെലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹി സാങ് നോ ഫാദർ. എന്താണ്? അപ്പോൾ പറന്നു വീരാൻ പറ്റിയില്ല, നേരെ വെള്ളത്തിലേക്ക് തന്നെ പോവാണ്. പക്ഷേ കാലുകൾ മാത്രമേ മുങ്ങിയുള്ളൂ. അവന്റെ അബ്ഡോമൻ, വയറിന്റെ ഭാഗം, ബെല്ലി എന്ന് പറയുന്ന വയറാണ്, അവിടേക്ക് വെള്ളത്തിൽ ടച്ച് ചെയ്തപ്പോഴേക്കും പിന്നെ അവൻ മുങ്ങുന്നില്ല. നമുക്കറിയാമല്ലോ, അതിനകത്ത് എയർ ആണ്, അതുകൊണ്ടാണ്. സോ അവൻ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയാണ്. ഹി സാങ് നോ ഫാർദർ, ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ്. വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുകയാണ്. ആൻഡ് അറൌണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ്, പ്രൈസിങ് ഹിം ആൻഡ് ദെയർ ബീക്സ് വെയർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. അവൻ ചുറ്റും നോക്കുന്നു, അവൻ്റെ ഫാമിലി കംപ്ലീറ്റ് അവൻ്റെ ചുറ്റുമുണ്ട്. ദേ ആർ പ്രൈസിങ് ഹിം, അവനെ അഭിനന്ദിക്കുന്നു. എല്ലാവരുടെയും ചുണ്ടുകളിൽ, ബീക്കുകളിൽ ഡോഗ് ഫിഷ് ഉണ്ട്. മീൻസ് എന്താണ്? ഡോഗ് ഫിഷിൻ്റെ സ്ക്രാപ്സ്, റിമൈനിങ്സ് അവന് വേണ്ടി ഓഫർ ചെയ്യാണ് അവരെല്ലാവരും. സോ ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അവൻ പൂർത്തിയാക്കിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വിജയമാണ്. കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടും പേടി കാരണവും മടി കാരണവും ഒക്കെ അവൻ ആദ്യമായിട്ട് ആ ഒരു വിജയം കൈവരിക്കാൻ മടിച്ചു നിൽക്കുമായിരുന്നു. പക്ഷേ അവൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടോടു കൂടി വളരെ ബുദ്ധിപരമായിട്ടുള്ള അമ്മയുടെ നീക്കത്തിൽ എന്ത് ചെയ്തു? അവൻ അങ്ങനെ ചെയ്യേണ്ടി വന്നു, ആദ്യമായിട്ട് പറക്കേണ്ടി വന്നു. എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് അവന് പറക്കാൻ പറ്റിയത്. സോ ഇവിടെ ഫാമിലിയുടെ സൈഡിൽ നിന്നുള്ള നമുക്ക് കിട്ടേണ്ട സപ്പോർട്ടിനെ പറ്റി പറയുന്നുണ്ട്. ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു സിമ്പലാണ്, അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ സീകൾ നമ്മളെ എല്ലാവരെയും തന്നെ. നമ്മുടെ സമൂഹത്തിലും ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ഓക്കെ, അവരും ഇതുപോലെ തന്നെ പേടിച്ച് പല കാര്യങ്ങളിലും പിന്മാറി നിൽക്കുന്നവരാണ്. സോ അവർക്ക് ഒരു സപ്പോർട്ട് ഫ്രണ്ട് എന്നുള്ള നിലയിൽ നമ്മളും ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള നിലയിൽ അവരും കൊടുക്കണം. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവരെ കൂടെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്. അതിൻ്റെ ഒരു കൃത്യമായ അനാലിസിസ് ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുണ്ട്. സോ എല്ലാവരും നിങ്ങളുടെ ഒപ്പീനിയൻസ്, ഇത് കേട്ടതിന് ശേഷം നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.